ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 15-ാം വാക്യം. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളതും എന്ന് കണ്ടു. 10 ദിവസം ചിന്തിക്കേണ്ട ദിവസമാണ്. ഈ 10 ദിവസം ദാനിയേലിനും കൂട്ടർക്കും ആ ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ചു നോക്കുവാനും ഷണ്ഡാധിപനോട് കാര്യങ്ങൾ പറയുവാനും ഷണ്ഡാധിപൻ്റെ കയ്യിൽ നിന്ന് അനുകമ്പയും ദയയും പിടിച്ചു പറ്റാനും കാരണമായി തീർന്നു. ഈ 10 ദിവസം ഞങ്ങളെ പരീക്ഷിക്കുക, ഞങ്ങൾ രാജാവിൻ്റെ ഭോജനത്തിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, ഞങ്ങൾക്ക് കേവലം ശാഖപദാർത്ഥവും പച്ചവെള്ളവും മതി, അത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തും എന്ന് അവർ തീരുമാനിക്കുകയാണ്. ആത്യന്തികമായി സകലവും നിർവഹിക്കുന്ന ദൈവമാണ് അവരുടെ ദൈവമെന്നും ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നും അവർക്കറിയാമായിരുന്നു. അത് ദൈവം ഇവിടെ തെളിയിക്കുകയും ചെയ്തു. ആ ബാലന്മാർക്ക് മറ്റുള്ള ബാലന്മാരിലേക്കാൾ അത്ഭുതകരമായ വ്യത്യാസം ലഭിക്കുവാനിടയായി. കേവലം 10 ദിവസത്തിൽ തന്നെ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ആ ട്രെയിനിങ്ങിൻ്റെ അവസാനം അവർ ഏറ്റവും അനുഗ്രഹീതരായി മാറുവാനിടയായി. നമ്മുടെ തീരുമാനം ദൈവസന്നിധിയിൽ എന്താണ് എന്ന് ചിന്തിക്കുക.